ഹായ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഹെൽത്തി ആയിട്ട് എങ്ങനെ ഒരു ദോശ ഉണ്ടാക്കാം എന്ന വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും നമുക്ക് കഴിക്കാം. അതിനായിട്ട് ഒരു ഗ്ലാസ് പച്ചരി എടുക്കാം. ഇഡ്ഡലി റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലോട്ട് ഒരു സ്പൂൺ ഉലുവ, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഒരു സ്പൂൺ ഉഴുന്ന്, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന ഉഴുന്നാണ്. അതിലേക്ക് പരിപ്പ്, പിന്നെ ചേർക്കുന്നത് 1.5 സ്പൂണോളം ചെറുപയറാണ്. പിന്നെ ചേർക്കുന്നത് നമ്മുടെ കടലയുണ്ടല്ലോ, ബ്രൗൺ കളറിലുള്ള കടല, അതാണ്. ഇതിൽ വേറെ എന്ത് വേണമെങ്കിലും ചേർത്താം, കുഴപ്പമില്ല. ഞാൻ ഇത്രയും മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതൊരു 2-3 തവണ നമുക്ക് നന്നായി കഴുകിയതിന് ശേഷം ഒരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തിയെടുക്കാം. ഞാൻ കുതിർത്തിയെടുത്തിട്ടുണ്ട്, നന്നായി കുതിർന്നിട്ടുണ്ട് കേട്ടോ. 5 to 8 മണിക്കൂറെങ്കിലും ഇത് നമുക്ക് കുതിർത്തിയെടുക്കാം. എന്നതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇടാം. നന്നായി അരച്ചെടുക്കാനായിട്ടാണ്. കൂടുതലുണ്ടെങ്കിൽ 1-2 തവണയായിട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക്, ഒരു അല്ലി വെളുത്തുള്ളി, പിന്നെ ചെറിയുള്ളി ഉണ്ടല്ലോ നമ്മുടെ ചെറുത്, അതോ സവാള എന്താണെങ്കിലും കുഴപ്പമില്ല, ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. ജീരകം ഇടുക. പിന്നെ നമുക്ക് ഇതിലോട്ട് ചേർക്കാനുള്ളത് നമ്മുടെ തേങ്ങയില്ലേ, ചിരകിയ തേങ്ങ, ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നീട് കറിവേപ്പില. എത്ര വേണമെങ്കിലും ഇടാം, കുഴപ്പമില്ല. ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് കറിവേപ്പില. വെള്ളവും കൂടെ ഒഴിച്ച് നന്നായി അരച്ചെടുക്കണം. നല്ലപോലെ അരച്ചെടുക്കണം. നമ്മുടെ ദോശയുടെയൊക്കെ ആ പരുവം തന്നെയാണ്. അതും കൂടി അരച്ചതിന് ശേഷം നമുക്കിതിലോട്ട് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. നമ്മുടെ മുരിങ്ങ ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. മുരിങ്ങയിലെല്ലാം താഴെ പോകുന്നത് പോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഉപ്പൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ സമയത്ത് ചേർക്കാതെ. എന്നതിന് ശേഷം നമ്മുടെ ദോശത്തവ അടുപ്പിലോട്ട് വയ്ക്കുക. കുറച്ച് എണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മുടെ ഈ മാവ് ഒഴിക്കുക. നന്നായി പരത്തുക. നൈസിൽ വേണമെങ്കിൽ നൈസിലായിട്ട് എടുക്കാം, കട്ടിക്ക് വേണമെങ്കിൽ കട്ടിക്കായിട്ട് എടുക്കാം. ഇതിന് മുകളിൽ നെയ്യാണെങ്കിൽ നെയ്യ്, എന്താണോ നമുക്ക് ഇതിൽ ചേർക്കേണ്ടത്, എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ വേണമെങ്കിൽ എണ്ണ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ, ഹെൽത്തിയാണ്. കുട്ടികൾക്ക് വേണ്ട രീതിക്ക് നമുക്ക് ചെയ്ത് കൊടുക്കാം. മുരിങ്ങയില വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട. അതുകൊണ്ട് കുഴപ്പമില്ല, എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ചേർത്തതാണ്. ഭയങ്കര സോഫ്റ്റുള്ള ദോശയാണ്. വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.